അങ്ങനെ ഫൈനലി ഞാൻ നാട്ടിലോട്ട് പോവാണ്. 20 to 25 മിനിറ്റ്സ് മതി കേട്ടോ എയർപോർട്ടിലെത്താൻ. ഇമിഗ്രേഷൻ ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു. നേരെ പോയി എന്റെ ഗേറ്റ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എയർപോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ആകെയുള്ള ഒരു ഓപ്ഷനാണ് ഇത്, മെക്ഡി. ടേക്ക് അവേ ആണ് എടുത്തതെങ്കിലും അവിടെ തന്നെ നിന്ന് കഴിച്ചു. സിംഗപ്പൂർ എയർലൈൻസിലാണ് പോകുന്നത്. കിടിലൻ ഫ്ലൈറ്റ് ആണ് കേട്ടോ, എവറിത്തിങ് ജസ്റ്റ് ലൈക്ക് പെർഫെക്റ്റ്. ഇയർഫോണും ഒരു പുഴുങ്ങിയ ഹോട്ട് ടവലൊക്കെ തന്നു. ടേക്ക് ഓഫ് ഒന്നും ഒട്ടും ഫീൽ ചെയ്തില്ല, അമ്മാതിരി കംഫർട്ടായിരുന്നു. ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ അല്ലേ. അങ്ങനെ ഫുഡ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഫുഡ് വന്നിരിക്കുകയാണ്. പലതരം ഫുഡ് മാറി മാറി വന്നു, ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ല. ഇടയ്ക്ക് നെക്സ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചു. 68,000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത ഫ്ലൈറ്റിന് വൈഫൈ യൂസ് ചെയ്യണേൽ പിന്നെയും 1000 രൂപ കൊടുക്കണമെന്ന്. എന്താ അല്ലേ. ഇടയ്ക്ക് ഒരു ഫിലിമൊക്കെ കണ്ടു തീർത്തു, നമ്മുടെ സ്വന്തം മിഡ് നൈറ്റ് ഷ്യാമളന്റെ വാച്ചർ എന്ന ഹോളിവുഡ് ഫിലിം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിൻഡോ പൊക്കി നോക്കി ഗോൾഡൻ അവേഴ്സും അതും ഇതും ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്തിരിക്കുന്ന വെസ്റ്റേൺസ് ഒക്കെ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവും, ഇവനെ കൊണ്ടൊരു നിവൃത്തിയില്ലല്ലോ, ആദ്യമായിട്ടായിരിക്കും ഫ്ലൈറ്റിലെന്നൊക്കെ. എനിക്ക് മാത്രമേ ഇതിലൊക്കെ ക്യൂരിയോസിറ്റി ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും പൂക്കിറ്റി ഉറക്കമാണ്. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം സിംഗപ്പൂർ വന്നിറങ്ങി. 1 മണിക്കൂർ മാത്രമേ ലേ ഓവർ ഉള്ളൂ. എയർപോർട്ട് പോലും നേരെ കാണാൻ പറ്റിയില്ല. അതിനു മുന്നേ അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറി, കൊച്ചിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മലയാളികൾ. 4 മണിക്കൂർ ഇരിക്കണം. ഭയങ്കര കുഞ്ഞി ഫ്ലൈറ്റ് ആണ് കേട്ടോ. എന്റെ സീറ്റിനടുത്ത് ആരും ഇല്ലായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും തോന്നിയില്ല, കിടന്നാലും ഉറക്കം വരണ്ടേ. ധനുഷ്കോടിയിലെ വാനരപ്പട പണിഞ്ഞ പാലത്തിന്റെ മുകളിലൂടെയാണ് പറക്കുന്നത്. അങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെയോ കൊച്ചി എത്തി സുഹൃത്തുക്കളെ, കൊച്ചി എത്തി. സിഡ്നിയിലോട്ട് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും മഴയാണ്. എന്റെ ലൈഫിൽ എന്ത് നല്ല കാര്യങ്ങൾ നടന്നാലും എപ്പോഴും മഴയാണ്. ഇത് ഞാൻ ഡ്രമാറ്റിക് ആയിട്ട് പറയുന്നതല്ല, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്.